വൈക്കത്ത് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി ദളിത് ചിന്തകൻ സണ്ണി എം കബിക്കാട് വേണ്ടെന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം. കബിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരായി വൈക്കം തലയോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കി. മഹാത്മാഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിക്കുകയും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന നിലപാടുമുള്ള സണ്ണി എം കബിക്കാട് യു.ഡി.എഫ് നയങ്ങൾക്ക് എതിരാണെന്ന് പ്രമേയത്തിൽ പറയുന്നു. സൈബർ ഇടങ്ങളിൽ എതിർ പാർട്ടിക്കാർ വിമർശനങ്ങളെ ആയുധമാക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, എന്തായാലും ദളിത് ചിന്തകനായ സണ്ണി എം കബിക്കാട് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് സംസ്ഥാന തലത്തിൽ തന്നെ മറ്റൊരു തലത്തിൽ അത് ചർച്ചയാകും എന്ന ഒരു ഗുണം ആകും എന്ന തരത്തിലായിരുന്നു യു.ഡി.എഫ് കേന്ദ്രങ്ങൾ കരുതിയത്. പക്ഷേ പ്രാദേശിക തലത്തിൽ തന്നെ വലിയ എതിർപ്പാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. രജീഷ് രവീന്ദ്രൻ ഇത്തരത്തിലുള്ള ആലോചനകളിലേക്ക് പോകാൻ തന്നെ കാരണം രജീഷ് പറഞ്ഞ കാരണമാണ്. അതായത് സംസ്ഥാന തലത്തിൽ ഇത് പ്രയോജനമാകുമെന്ന വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇക്കാര്യത്തിൽ സണ്ണി എം കബിക്കാടിനെ വൈക്കത്ത് മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതിനെതിരെയാണ് ഇപ്പോൾ വൈക്കം തലയോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ KPCC സ്ക്രീനിംഗ് കമ്മിറ്റിക്കും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വെള്ളിയാഴ്ച പാസ്സാക്കിയ പ്രമേയം നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേകമായ ഒരു സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് മഹാത്മാഗാന്ധിയെയും കോൺഗ്രസിന്റെ ആശയങ്ങളെയും നിരന്തരമായി അതിരൂക്ഷമായി വിമർശിച്ച ആളാണ്. മറ്റു സമുദായങ്ങളെ സമാനമായി വിമർശിച്ചിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ കയറ്റണമെന്ന നിലപാട് സ്വീകരിച്ചു. ഇത് യു.ഡി.എഫിന്റെ നയത്തിനെതിരാണ്. അങ്ങനെ മത്സരിപ്പിച്ചാൽ സണ്ണി എം കബിക്കാടിനെ മത്സരിപ്പിച്ചാൽ സൈബർ ഇടങ്ങളിൽ എതിർ പാർട്ടിക്കാർ വിമർശനങ്ങളെ ആയുധമാക്കും. അത് പാർട്ടിക്കും സംഘടനയ്ക്കും സംസ്ഥാന തലത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുകയും ഗുണകരമാകാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പറഞ്ഞത്. അതുകൊണ്ട് നേതൃത്വം ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണമെന്ന് പറയുന്നു. മറ്റൊരു കാര്യമുള്ളത്, CPIയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് CPIക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ ഉള്ളത്. ആ ആലോചന വിജയിക്കാൻ കഴിയുമെന്നുള്ള ആലോചന ഉള്ളത് കൊണ്ട് തന്നെ അതിന് ജനങ്ങളുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള കാര്യം കൂടി ഈ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം പറയുന്നു. അതിൽ നിരവധിയായിട്ടുള്ള പേരുകളും നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായും കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള K. ബിനിമോള്, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ബാബു, KPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ KK കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രാദേശിക നേതൃത്വം ഇത് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ഒരു ചർച്ചയടക്കം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണെങ്കിലും വലിയ തലവേദന ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരിക്കുന്നു. സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി തുടർ ചർച്ചകൾ എങ്ങനെയായിരിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതാണ്. ശരി അജിത്ത്, എന്തായാലും വൈക്കം അത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് ശക്തമായി തന്നെ ഒപ്പം നിന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം യു.ഡി.എഫ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് പ്രാദേശിക തലത്തിൽ വലിയ എതിർപ്പ് വരുന്നതാണ് കാണുന്നത്.